ലോകത്തെ പ്രമുഖ ശക്തികളായ റഷ്യയും ചൈനയും ഉൾപ്പെടെ 5 രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് ഗുരുതരമായ ആണവ ഭീഷണി നിലനിൽക്കുന്നതായി US രഹസ്യാന്വേഷണ വിഭാഗം 2026 ആനുവൽ ത്രെഡ് അസസ്മെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഭീഷണി ഉയർത്തുന്നത്. അമേരിക്കയെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ എണ്ണം 2025 3000 ആയിരുന്നത് 2035 16,000 ഉയരുമെന്ന് ഈ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. ആധുനികമായ ആണവ പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങൾ ഈ രാജ്യങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകളാണ് റഷ്യയും ചൈനയും പരീക്ഷിക്കുന്നത്. റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആണവ വസ്തുക്കൾ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തിക്കാൻ ശേഷിയുള്ള നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ്. അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ നീക്കങ്ങൾ എന്നത് അതീവ ഗൗരവകരവും. തുൾസി ഗബാർഡ് വെളിപ്പെടുത്തിയ കാര്യങ്ങളനുസരിച്ച് റഷ്യയും ചൈനയും തങ്ങളുടെ ആയുധശേഖരം നവീകരിക്കുന്നതിലൂടെ ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായും ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വികസന പദ്ധതികളിൽ അമേരിക്കൻ മണ്ണിൽ വരെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടാൻ വലിയ സാധ്യതയുണ്ടെന്ന് അവർ സെനറ്റ് അംഗങ്ങളോട് വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് നിലവിൽ ഏറ്റവും വലിയ ആണവ ഭീഷണി ഉയർത്തുന്നത് പാകിസ്ഥാൻ, ചൈന, റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ എന്നീ 5 രാജ്യങ്ങളാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനോ മറികടക്കാനോ ശേഷിയുള്ള അതിനൂതന മിസൈൽ വിതരണ സംവിധാനങ്ങളാണ് രാജ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ മിസൈലുകൾക്ക് ഇതിനകം തന്നെ അമേരിക്കയിലെത്താൻ ശേഷിയുണ്ടെന്നും അവർ തങ്ങളുടെ ആണവ ശേഖരം വിപുലീകരിക്കുകയാണെന്നും തുളസി ഗബാർഡ് പറഞ്ഞു. ഉത്തര കൊറിയ റഷ്യയുമായും ചൈനയുമായും തങ്ങളുടെ സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അമേരിക്കയെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ എണ്ണത്തിൽ വരും വർഷങ്ങളിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് US ഇന്റലിജൻസിന്റെ കണക്കുകൂട്ടലുകൾ. ഇതിനു പുറമെ ആഫ്രിക്ക, പശ്ചിമേഷ്യ, ദക്ഷിണേഷ്യ എന്നീ മേഖലകളിൽ സജീവമായ അൽ-ഖ്വയ്ദ, ISIS തുടങ്ങിയ ഭീകര സംഘടനകൾ ഇപ്പോഴും ആഗോളതലത്തിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഇറാനെതിരെയുള്ള US ആക്രമണങ്ങൾ ഉടനൊന്നും അവസാനിക്കില്ലെന്ന സൂചന നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭാവിയിൽ ഒരു പ്രസിഡന്റിനും സമാനമായ ഭീഷണി നേരിടേണ്ടി വരാതിരിക്കാൻ നാശനഷ്ടങ്ങൾ കൂടുതൽ സ്ഥിരമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു പ്രസിഡന്റിനും ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഇത് കുറച്ചുകൂടി സ്ഥിരമാക്കണമെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ വെച്ച് സംസാരിക്കവേ ഇറാൻ വീണ്ടും ഒരു ആണവ ഭീഷണി ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. നമുക്ക് ആ പ്രശ്നം ഒരിക്കലും വീണ്ടും ഉണ്ടാകേണ്ടതില്ല. ഭ്രാന്തന്മാരുമായിട്ടല്ല, ആണവായുധങ്ങൾ ഭ്രാന്തന്മാർ നിയന്ത്രിക്കുന്നത് നമുക്ക് അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. US സഖ്യകക്ഷികളുടെ ആക്രമണങ്ങൾ ഇറാന്റെ ശേഷി ഗണ്യമായി കുറച്ചുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം വളരെ നന്നായി മുന്നേറുന്നുവെന്നും അടുത്തിടെ നടന്ന ആക്രമണങ്ങൾ ആരും സാധ്യമല്ലെന്നും കരുതിയ ഫലങ്ങൾ നൽകിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. യുദ്ധം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു, നമ്മൾ നല്ല കാര്യമാണ് ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം കർശനമായി ആവർത്തിച്ചു. മുൻപേയുള്ള US സൈനിക നടപടികൾ ഇല്ലാതായിരുന്നുവെങ്കിൽ ഇറാൻ ഇതിനകം ആണവശേഷി വികസിപ്പിക്കുമായിരുന്നുവെന്നും ട്രംപ് പറയുന്നു. ഇത്രയൊക്കെയാണെങ്കിലും സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള സമയക്രമം പ്രസിഡന്റ് വ്യക്തമാക്കുന്നില്ല. പിന്മാറ്റം പെട്ടെന്നായിരിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇതോടെ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ കനക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.